السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا മുഹമ്മദ് وعلى آله وصحبه أجمعين. പ്രിയമുള്ള ഗ്രൂപ്പിലെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ യാസിർ ബിൻ ഹംസ മൗലവിയുടെ ചില തെളിവുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസത്തിൽ സംസാരിച്ചത്. അതായത് ഇന്ത്യയിൽ, കേരളത്തിൽ മാസ ഉറപ്പിക്കുന്ന ഔദ്യോഗികമായ ചുമതല ഉള്ളത് ഇവിടെ ഉള്ള സൂഫികളായ മശായിഖന്മാരായ ഖാദിമാർക്കാണ്. അപ്പൊ അത്തരം മശായിഖന്മാരായ ഖാദിമാർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവരെ അംഗീകരിക്കണം. അത് മുസ്ലിമീങ്ങളുടെ മേൽ ബാധ്യതയാകുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള തെളിവ് വിശുദ്ധ ഖുർആന്റെയോ തിരുസുന്നത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഉള്ളതല്ല, മറിച്ച് റിയാദിലെ ശൈഖായ അബ്ദുൽ അസീസ് റൈസിന്റെ ഒരു ഫത്വയാണ്. ആ ഫത്വ ഒരിക്കലും ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് ഉള്ളത് ആണ് എന്നാണ് മൂപ്പര് പറയുന്നതെങ്കിലും ആ ഫത്വ ഞാൻ ആദ്യാവസാനം വായിച്ച് കേൾപ്പിച്ചതിൽ നിന്നും ഏതെങ്കിലും പ്രത്യേകമായ സാഹചര്യത്തിലേക്ക് പറഞ്ഞതല്ല. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ ചോദിച്ചിട്ട് കിട്ടിയിട്ടുള്ള മറുപടിയാകുന്നു എന്ന നിലയിലാണ് യാസിർ ബിൻ ഹംസ അതിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതാകട്ടെ കംപ്ലീറ്റ് മൂപ്പര് വായിച്ചതുമില്ല. അതിന്റെ അവസാനത്തിൽ വളരെ കൃത്യമായി ശൈഖ് പറയുന്നുണ്ട്, ഇന്ത്യയിലുള്ള ഖാദിമാർ അവർ വിശ്വാസയോഗ്യന്മാർ അല്ല എങ്കിൽ സ്വന്തം നിലക്ക് മാസം കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും ആക്കുകയും വേണം, ഒരഭിപ്രായം. അല്ലെങ്കിലോ സൗദി അറേബ്യയെ പോലെ ഏറ്റവും വിശ്വാസയോഗ്യന്മാരായ ഭരണാധികാരികൾ കൽപ്പിക്കുന്നതിനനുസരിച്ച് ആ രാജ്യത്തെ ഫോളോ ചെയ്തു പോകണം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാസിർ ബിൻ ഹംസ മൂടി വെച്ചു. അതിന്റെ തലവാചകവും മൂടി, അവസാന ഭാഗവും മൂടി, അതിന്റെ മധ്യഭാഗത്തു നിന്നും മൂപ്പർക്ക് ആവശ്യമുള്ള കാര്യം മാത്രം എടുത്തുകൊണ്ട് തെറ്റായ രീതിയിൽ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുക എന്നതാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടൊരു വഴി. ഇവിടെ മുത്തലഖൻ ഏതെങ്കിലും ശിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും ബിദ്അത്തിന്റെയും ആളുകളെ ഖാദിമാരാക്കാമെന്നോ അത്തരം ഖാദിമാർ പറയുന്ന തീരുമാനത്തെ നിങ്ങൾ പിന്തുണച്ചു കൊള്ളണമെന്നോ ഒരു നിയമം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. അതേ അവസരം ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ഒരു സംഗതിയാണെങ്കിൽ ആ ഔദ്യോഗിക സ്വഭാവത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഔദ്യോഗികമായ ഒരു സ്വഭാവം ഉണ്ടോ? ഇന്ത്യ രാജ്യത്ത് നോമ്പും പെരുന്നാളും അർപ്പിക്കുന്ന വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു സ്വഭാവം ഇല്ല. ഭരണാധികാരികൾ ഏതെങ്കിലും ഒരു ഖാദിയെ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഖാദിയുടെ തീരുമാനം അംഗീകരിക്കുക എന്ന് പറഞ്ഞ പ്രശ്നം ഇവിടെ ഇല്ല. അങ്ങനെ ഔദ്യോഗികമായി ചുമതലപ്പെടുത്തിയിരുന്നു എങ്കിൽ ഇന്ത്യ രാജ്യത്ത് 3-4 ദിവസങ്ങൾ പെരുന്നാൾ ആകില്ല. ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ കേരളത്തിന്റെ സ്ഥിതി എന്താണ്? കേരളത്തിൽ തന്നെ 3 ദിവസം പെരുന്നാൾ ആഘോഷിച്ചില്ലേ? ലക്ഷദ്വീപ് കേരളത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ 3 ദിവസമാണ് കേരളത്തിൽ പെരുന്നാൾ. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ട് വേറെ പെരുന്നാൾ, ഉത്തരേന്ത്യയിൽ വേറെ പെരുന്നാൾ. ഇങ്ങനെ ഈ രാജ്യത്തിന്റെ ഒരു ചുറ്റുപാട്, അതിന്റെ സാമൂഹ്യമായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളോ ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥയെ പറ്റിയോ യാതൊരു ധാരണയും ഇല്ലാത്ത വിധത്തിലാണ് യാസിർ ബിൻ ഹംസ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിലുള്ള ഏതെങ്കിലും ഒരു മാസപ്പിറവി കേരളത്തിൽ അംഗീകരിച്ചിട്ടുണ്ടോ ഈ കാലം വരെ? ഇല്ല. കേരളം എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം, ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രം നോമ്പും പെരുന്നാളും എടുക്കുന്നതിന് വേണ്ടി, അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി ചുരുങ്ങിയത് മുജാഹിദീങ്ങൾക്കിടയിൽ 4 സംവിധാനങ്ങളും സമസ്തക്കാർക്കിടയിൽ 100 സംവിധാനങ്ങളും വേറെയുണ്ട് എന്നത് സത്യമാണ്. അപ്പോൾ ഏകീകരണത്തിന്റെ പ്രശ്നമേ ഈ നാട്ടിൽ ഇല്ല എങ്കിൽ പിന്നെ ഇവിടുത്തെ ഖാദിയെ അംഗീകരിക്കണം, ഖാദി പറഞ്ഞാൽ സ്വീകരിക്കണം എന്നുള്ള യാസിർ ബിൻ ഹംസയുടെ സംസാരം ഒരു കൃത്രിമമായ തത്വം ഉണ്ടാക്കിയതാണ്. എന്നിട്ട് വലിയ ഖാദി എന്നൊക്കെ അദ്ദേഹം പറയുന്നു. എന്ത് വലിയ ഖാദി? ഇവിടെ അങ്ങനെ വലിയ ഖാദി ഉണ്ടാ? കോഴിക്കോട് വലിയ ഖാദി, കോഴിക്കോട് ചെറിയ ഖാദി എന്ന് പണ്ടേ പറഞ്ഞു പോരുന്നൊരു സംഭവമുണ്ട് എന്നല്ലാതെ ഇങ്ങനെ മുസ്ലിമീങ്ങൾക്കെല്ലാം ഔദ്യോഗികമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു സംവിധാനം എന്ന നിലയിൽ അങ്ങനെ ഒരു ഖാദിമാർ ഇന്ത്യ രാജ്യത്ത് എവിടെയും ഇല്ല എങ്കിൽ അതൊരു ഔദ്യോഗികമായ സംവിധാനം ആണ് എന്ന നിലയിൽ പറയാൻ പറ്റൂല. അപ്പോൾ ചോദ്യം ചോദിച്ച വ്യക്തി തീർച്ചയായും തെറ്റായ ഒരാശയത്തിലേക്ക് ശൈഖിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റസ്മിയൻ എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത്. മുസ്ലിമീങ്ങളുടെ പൊതുവായ കാര്യങ്ങൾ ഔദ്യോഗികമായി തീരുമാനിക്കുന്ന ഇവിടുത്തെ സൂഫി ഖാദിമാരാകുന്നു എന്ന് പറയുമ്പോൾ ഔദ്യോഗിക സംവിധാനം അവിടെ ഉണ്ട് എന്ന് വന്നു, എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ ഔദ്യോഗികമായ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ആ സംവിധാനത്തിന് കൂടെ നിങ്ങൾ നിൽക്കണം. എന്നിട്ട് ഷർത്ത് പറയാം, അവർ വിശ്വസ്തന്മാരാണ് എങ്കിൽ വിശ്വസ്തന്മാരാകുന്നതെന്താ? അവർ തഖ്വയുള്ളവരാകണം, ദീന് കൊണ്ട് കളിക്കാത്തവരാകണം, അഖീദയുള്ളവരാകണം, തൗഹീദുള്ളവരാകണം, കുഫറും ശിർക്കും ഇല്ലാത്തവരാകണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒത്തുവരുമ്പോൾ സിഖത്ത്, വിശ്വസ്തന്മാർ എന്ന് പറയാ. ഈ പറയുന്ന വിശ്വസ്തതയുടെ ഒരടയാളവും ഇപ്പറഞ്ഞ കൂട്ടർക്കില്ല. അവർ നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല. മുജാഹിദീങ്ങളും സലഫികളും പോയി മാസം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വിവരം സ്വീകരിക്കാൻ തയ്യാറല്ല. കാരണം
മുജാഹിദീങ്ങൾ ഇസ്ലാം എന്ന് പുറത്തു പോയ ലാലിനും മുതില്ലുമാണ് എന്ന് നാഴികക്ക് 40 വട്ടം പറയുന്നവരായ ആളുകളാണിവർ. അപ്പൊ ഇങ്ങോട്ട് വിശ്വാസമില്ലാത്തവരായ ആളുകളാണ്. അങ്ങനെയുള്ള കാളിമാരെ കാളിയായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് യാസിർ ബിൻ ഹംസ പറയുന്നു എങ്കിൽ അദ്ദേഹത്തിന് എന്തോ ഒരു മനോവൈകല്യം സംഭവിച്ചു പോയിട്ടുണ്ട് എന്നല്ലാതെ, അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി കാളിമാരുടെ വിശ്വാസവും അനുഷ്ഠാനവും ആചാരവും എന്ത് നമ്മൾ നോക്കേണ്ടതില്ല. ഒരു മുസ്ലിമീങ്ങളുടെ പൊതുപ്രശ്നത്തിൽ ഇടപെടുന്നവരായതുകൊണ്ട് നമ്മൾ അംഗീകരിക്കണം എന്നങ്ങോട്ട് പറഞ്ഞു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുകയാണ്. അപ്പൊ മൂപ്പര് ശരിക്കും ഇഖ്വാനിയത്തിന്റെ പിടിയിലാണ്. അതായത് മുസ്ലിമീങ്ങളുടെ ഐക്യമാണ് ഇവർക്കൊക്കെ പ്രധാനം. എന്നാൽ ഈ ഐക്യം എന്ന് പറഞ്ഞ സംഗതി എല്ലായിടത്തും വേണ്ടേ? വിശ്വാസപരമായ കാര്യത്തിൽ ഐക്യണ്ടോ? പള്ളി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഐക്യണ്ടോ? ഈദ്ഗാഹ് നടത്തുന്ന കാര്യത്തിൽ ഐക്യണ്ടോ? പെരുന്നാൾ ആഘോഷിക്കുന്ന വിധത്തിൽ ഐക്യണ്ടോ? എന്തെങ്കിലും കാര്യത്തിൽ ഐക്യേണ്ട തിരക്കല്ല. ആകപ്പാടെ ഈ ഐക്യക്കാർ പറയുന്നത് എന്താ? ഒരു ദിവസം പെരുന്നാളാക്കുക, പെരുന്നാളാകുന്ന ദിവസം എല്ലാവർക്കും ഒരുപോലെ പെരുന്നാളാകണം എന്നതല്ലാത്ത അതിനെ തുടർന്നുള്ള ഐക്യത്തിന് വേണ്ടി ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകേണ്ട യാതൊരു സവിശേഷതയും ഈ പറഞ്ഞ സംഘടനകൾക്കോ സംവിധാനങ്ങൾക്കോ ഇല്ല എന്ന് മാത്രമല്ല, മറ്റൊന്നിന്റെ അങ്ങേയറ്റം ശത്രുതാപരമായ നിലപാടിൽ പോകുന്നവരുമാണ്. എന്നിട്ടും യാസിർ ബിൻ ഹംസ പറയുന്നു ഈ ആളുകളെ നമ്മൾ അംഗീകരിക്കണം, ഖാദിമാരായി പ്രഖ്യാപിക്കണം എന്ന്. ഇത് എന്തൊരു തലതിരിഞ്ഞ നിലപാടാണ് എന്നറിയില്ല. ഏതായിരുന്നാലും വിസ്ഡക്കാര് ഇവിടെ യാസിർ ബിൻ ഹംസനെ കൊണ്ടുവന്ന് ഇതൊക്കെ പറയിപ്പിച്ചത് വഴി നിങ്ങൾക്ക് ഏതായിരുന്നാലും എന്തോ ഒരു ഗുണം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? മനസ്സിലാവുന്നില്ല, നിങ്ങളെ ഉള്ളിരിപ്പ് എന്താണെന്ന് മനസ്സിലാവുന്ന. ഇവിടുത്തെ പൊതുസമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് യാസിർ ബിൻ ഹംസ മൗലവിയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചാൽ നിങ്ങൾക്ക് വേറെന്തോ മെച്ചുണ്ട് എങ്കിൽ തരക്കേടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ തകർക്കുന്നത് ഇസ്ലാമിക ദഅവത്തിനെയാണ്. അത് നിങ്ങൾ പ്രത്യേകമായി ഓർത്തിരിക്കണം. ഇനി ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ളയുടെ ഒരു ഫത്വ ഞാൻ നേരെ മുകളിൽ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അതിന്റെ അർത്ഥം കൂടി പറയാം. ഖാളിയാകാനുള്ള യോഗ്യത എന്ത് എന്ന് ഏകദേശം അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്. മിൻ അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാ ഇബ്നു ബാസ് ഇലാ ഹദറത്തി അൽ അഖ് അൽ മുകറം വഫഖല്ലാഹ് ലിക്കുല്ലി ഖൈർ വനഫഅ ബിഹി അൽ മുസ്ലിമീന ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങണേ. സലാമുൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വബഅദു കിതാബുക്കും അൽ കരീം അൽ മുഅർരിഖ്. ഈ ഡേറ്റിൽ വന്നിട്ടുള്ള കിതാബ് നിങ്ങളുടെ എഴുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ അടങ്ങിയിട്ടുള്ള ആശയം എന്നതൊക്കെയാകുന്നു പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്. എന്താണ് ആശയം? വഹൽ യജൂസുൽ ഇഅ്തിമാദു അല ശഹാദത്തി അല്ലതി തഅതി ബിവാസിത്തത്തിൽ ഖാദി അശ്ശറഈ ബിസുഡാൻ. സുഡാനിലെ ശർഈയായ ഖാദി വഴിയുള്ള ഷഹാദത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു ഷഹാദത്തിനെ നമുക്ക് അവലംബിക്കൽ ജായിസാകുമോ എന്നാണ്. അതായത് സുഡാനിലെ ശർഈയായ ഖാദി വഴി മാസദർശനമുണ്ടായി എന്ന് പറയുന്ന ഷഹാദത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അവലംബിക്കാൻ പറ്റുമെന്ന്. ഏതാണ് പശ്ചാത്തലം? വഖദ് യകൂനു ഷാഹിദു ലാ യസൂമു വലാ യുസല്ലി. ഈ ഷാഹിദ് സാക്ഷ്യം പറഞ്ഞവനായ ആളുണ്ടല്ലോ, അവൻ നിസ്കരിക്കുന്നവനല്ല, അവൻ നോമ്പ് നോൽക്കുന്നതല്ല. വഗാലിബൻ ലാ യഖ്ലു അൻ ദുആഇൽ അശ്ഖാസി. അതേപോലെ തന്നെ അധികമായും അദ്ദേഹം വ്യക്തികളോട്, അള്ളാഹു അല്ലാത്ത വ്യക്തികളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് അയാൾ ഒഴിവല്ല. വഅ്തിഖാദുഹു ഫീഹിം ജൽബുൻ മൻഫഅ ഔ ദഫുൽ ളറർ. ഇയാളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നീക്കാനും അയാൾക്ക് ഉപകാരം വലിച്ചു കൊണ്ടുവരാനും ഒക്കെ ഈ പറയുന്ന പ്രാർത്ഥിക്കപ്പെടുന്നവർക്ക് കഴിയും എന്നവർ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ ഇവിടുത്തെ കുബുരികൾ, കേരളത്തിലെ സമസ്തക്കാരായ ഖബർ പൂജാ വ്യവസായികൾ ചെയ്യുന്നത് പോലെ തന്നെ ഉള്ള വിശ്വാസക്കാരായ ആളുകളാണ് സാക്ഷ്യം പറയുന്നത്. അത്തരമൊരു സാക്ഷ്യത്തെ സുഡാനിലെ ശർഈയായ ഖാദി അംഗീകരിച്ചു കഴിഞ്ഞാൽ അത്തരമൊരു സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോമ്പും പെരുന്നാളും ആക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. വളരെ വ്യക്തമായ ചോദ്യമാണ്. വൽ ജവാബ്, അതിനുള്ള ഉത്തരം എന്താണെന്നറിയോ? അൻ അഖൂലു വബില്ലാഹിൽ മുസ്തആൻ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇഹ്തദാ ബിഹദാ എന്ന് പറയാം. അമ്മൽ ഇഅ്തിമാദു അല ശഹാദത്തി അല്ലതി തഅതി മിനൽ ഖാദി അശ്ശറഈ ബിസുഡാൻ. സുഡാനിലെ ശർഈയായ ഖാദിയിലൂടെ വരുന്ന ഷഹാദത്തിനെ അവലംബിക്കുക എന്ന് പറഞ്ഞാൽ വഖദ് യജൂസു അൻ യകൂന ഷാഹിദു ഫാസിഖൻ ഔ കാഫിറൻ ലിതർക്കീലി സ്വലാത്തി വദുആഇൽ അംവാതി അവൽ ഇസ്തിഗാസതി ബിഹിം വനഹവ ദാലിക. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അവരോട് മരിച്ചവരോട് ഇസ്തിഗാസ നടത്തുക, നിസ്കാരം ഉപേക്ഷിക്കുന്ന വഴി കാഫിറാവുക അല്ലെങ്കിൽ ഫാസിഖാവുക, ഇങ്ങനെയൊക്കെ ഉള്ളവരായ ഈ സ്വഭാവത്തോടൊക്കെ ഉള്ള ഒരാളാണ് സാക്ഷ്യം പറയുന്നതെങ്കിൽ ആ സാക്ഷ്യം സ്വീകരിച്ചുകൊണ്ട് ശർഈ കോടതിയിലുള്ള ജഡ്ജി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതല്ലേ ഞങ്ങളെ ചോദ്യം എന്നാണ്. ഫൽ ജവാബ്, അതിനുള്ള മറുപടി എന്താ അറിയോ? അൻ യുഖാല, ഇങ്ങനെ പറയലാണ്. ഇന്ന ശർത്ത ഖബൂലി ഷഹാദത്തി ഫീ ഹാദാ വഗൈരിഹി. ഒരാളുടെ സാക്ഷ്യം സ്വീകരിക്കുക എന്ന് പറയുന്നതിന്റെ ഷർത്ത് ഫീ ഹാദാ വഗൈരിഹി, ഈ വിഷയത്തിലാകട്ടെ വേറെ ഏത് വിഷയത്തിലാകട്ടെ ഒരാളുടെ സാക്ഷ്യം സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? അൻ യകൂന ഷാഹിദു മുസ്ലിമൻ അദ്ലൻ.
ആ സാക്ഷ്യം പറഞ്ഞവൻ മുസ്ലിമാകണം, ആദിലാകണം, നീതിമാനാകണം, മുസ്ലിമാകണം. ഈ നീതിമാനാവുക എന്ന് പറഞ്ഞാൽ കേവലം ഒരു വർത്താനല്ല കേട്ടോ. അതൊക്കെ ഒരുപാട് വിശാലമായ അർത്ഥങ്ങളുടെ വാക്കാണ്. മുസ്ലിമനാകണം, ആദിലുമാകണം. فإذا كان القاضي صاحب توحيد وسنة ويهتم بالشهادة ويعتني بالشهود ولا يقبل إلا العدول. അതായത് ഒരു ഖാദി, വൈദാ കാനൽ ഖാദി സായിബ് തൗഹീദിൻ, തൗഹീദ് ഉള്ളവനായ ഒരു ഖാദിയാണെങ്കിൽ, വസുന്നത്തിൻ, സുന്നത്തുള്ളവനായ ഒരു ഖാദിയാണെങ്കിൽ, വയഹ്തമ്മു ബിശഹാദത്തി, അയാൾ സ്വീകരിക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? വയഅ്തനി ബിശുഹൂദി വലാ യഖ്ബലു ഇല്ലൽ ഉദൂൽ, നീതിമാന്മാരായ ആളുകളിൽ നിന്നല്ലാതെ ഇങ്ങനെയുള്ള ഒരു ഖാദിക്ക് സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റൂല. അതായത് തൗഹീദുള്ള, സുന്നത്തുള്ള, ഷഹാദത്തിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരു ഖാദിയാണ് എങ്കിൽ അയാൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആരുടെയെങ്കിലും സാക്ഷ്യം സ്വീകരിക്കാൻ പോകൂല. വജബ ഇഅ്തിമാദു മാ യരിദു മിൻഹു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഖാദിയാണെങ്കിൽ തൗഹീദുള്ളവനാകണം, ശരിയായ വിശ്വാസമുള്ളവനാകണം. അങ്ങനെയുള്ളൊരു ഖാദി സ്വീകരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ശരിയായ സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റുന്നവനിൽ നിന്നായിരിക്കും അയാൾ സാക്ഷ്യം സ്വീകരിക്കുക. അങ്ങനെ ശരിയായ സാക്ഷ്യം സ്വീകരിച്ച ഒരു ഖാദി ഉറപ്പിക്കുന്ന ഉറപ്പാണ് എങ്കിൽ വജബ ഇഅ്തിമാദു മാ യരിദു മിൻഹു, അയാളിൽ നിന്ന് ഉണ്ടാകുന്ന തീരുമാനത്തെ അവലംബിക്കൽ വാജിബാണ്. അപ്പൊ ആർക്കാ വാജിബാണ്? തൗഹീദ് ഉള്ളവന്റെ തീരുമാനത്തെ സ്വീകരിക്കാന്നുള്ള വാജിബാണ്. അമ്മാ ഇദാ കാന ബിഖിലാഫി ദാലിക, ഇനി അതിനെതിരാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിലോ, ഫലൈസ അലാ ഇത്ബാത്തിഹി അമൽ, അങ്ങനെയുള്ള ഒരു ഖാദിയുടെ തീരുമാനത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അംഗീകരിക്കേണ്ടതില്ല. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അമല് ചെയ്യേണ്ടതുമില്ല. വഇന്നമാ യുഅ്തമദു ഫീ മിഥ്ലി ഹാദാ അലാ ഖൗൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഇങ്ങനൊരു സംഗതി ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത്? വഇന്നമാ യുഅ്തമദു ഫീ മിഥ്ലി ഹാദാ, ഇതുപോലെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗൽ അനുസരിച്ച് അമൽ ചെയ്യണം. അതെന്താണ്? അസ്സൗമു യൗമ തസൂമൂൻ, നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിലാണ് നോമ്പ്. വൽ ഫിത്റു യൗമ തുഫ്തിറൂൻ, നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസത്തിലാണ് പെരുന്നാൾ. വൽ അദ്ഹാ യൗമ തുളഹൂൻ, നിങ്ങൾ ബലിയർപ്പിക്കുന്ന ദിവസത്തിലാകുന്നു ബലി പെരുന്നാൾ എന്ന് റസൂല് പറഞ്ഞല്ലോ. ആ നിലപാട് നിങ്ങൾ എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ സുഡാനിലെ ഖാദി, ഒരു ഇസ്ലാമിക ഭരണമുള്ള നാടാണല്ലോ, ഇസ്ലാമിക രാജ്യമാണ് ഈ സുഡാൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടെ ഉള്ള ഖാദിയുടെ നിലപാടുകൾ തെറ്റായി, അയാൾ സ്വീകരിച്ച സാക്ഷ്യവും തെറ്റായി. സാക്ഷ്യത്തിന് യോഗ്യനല്ലാത്ത ഒരാളുടെ സാക്ഷ്യം സ്വീകരിച്ചുകൊണ്ടാണ് അയാൾ ഉറപ്പിച്ചതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അതിലേക്ക് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ നാട്ടിൽ എന്നാണോ നോമ്പായി ഉറപ്പിക്കപ്പെടുന്നത്, എന്നാണോ പെരുന്നാൾ ഉറപ്പിക്കപ്പെടുന്നത്, അതിന്റെ കൂടങ്ങൾ പോകണം. നിങ്ങളെ വേറെ നടപടി അവിടെ ചെയ്യാൻ പാടില്ല. മനസ്സിലല്ലേ? കാരണം ഇസ്ലാമികമായ ഭരണമുള്ള ഒരു നാടാണ്, മുസ്ലിമുകൾ ഭൂരിപക്ഷമുള്ള ഒരു നാടാണ്. ആ നാടിൽ എങ്ങനെയാണോ കാര്യങ്ങൾ പോകുന്നത് അതനുസരിച്ച് നിങ്ങൾ പോയാൽ മതി. അതിനാണ് എന്ന് പറഞ്ഞത് അസ്സൗമു യൗമ തസൂമൂൻ വൽ ഫിത്റു യൗമ തുഫ്തിറൂൻ വൽ അദ്ഹാ യൗമ തുളഹൂൻ എന്ന ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോ ഒരു ഖാദിക്കുണ്ടായിരിക്കേണ്ട ഷർത്തുകൾ എന്തൊക്കെയാണ് എന്നതിൽ വ്യക്തമാണ്. പക്ഷെ യാസിർ ബിൻ ഹംസക്ക് ഇതൊന്നും ബാധകമല്ല. മൂപ്പർക്ക് തൗഹീദ് ഉണ്ടായിക്കോണമെന്നില്ല, സുന്നത്ത് ഉണ്ടായിക്കോണമെന്നില്ല. മൂപ്പർക്ക് പക്കാ ശിർക്കും കുഫറും ചെയ്യുന്നവനാണെങ്കിൽ ശരി, ഓന്റെ വിശ്വാസത്തിലേക്കോ ഓന്റെ അഖീദയിലേക്കോ നമ്മൾ നോക്കേണ്ടതില്ല. മൂപ്പര് പറഞ്ഞ അങ്ങ് സ്വീകരിച്ചാൽ മതി എന്നാണ് യാസിർ ബിൻ ഹംസ പറയുന്നത്. അപ്പൊ എന്താണ് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പറ്റിപ്പോയത് എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇത്ര നല്ല മനുഷ്യനാണല്ലോ, ഒരുപാട് ദഅവത്ത് നടത്തി, നമ്മൾ കേരളത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ദഅവത്ത് നടത്തിയിട്ടുള്ള ഒരു നല്ല മനുഷ്യന് എങ്ങനെ ഈ മാസപ്പുറയുടെ വിഷയത്തിൽ ഇത്രയും വലിയ അവതാളങ്ങൾ സംഭവിച്ചു പോയി എന്നുള്ളത് അങ്ങേയറ്റം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.